തൃശ്ശൂർ സ്ഥിരതാമസമാക്കിയിട്ടിപ്പോൾ 6 വർഷമായി. ഈ 6 വർഷത്തിനിടയ്ക്ക് 2 തവണ മാത്രമാണ് ഞാൻ സാമ്പിൾ വെടിക്കെട്ട് കണ്ടിട്ടുള്ളത്. തൃശ്ശൂർ പൂരം ഒരു ആവേശമാണെങ്കിൽ കൂടെ കാലുകുത്താൻ ഇടം കിട്ടാത്തത് കൊണ്ടും ശ്വാസം മുട്ടൽ അനുഭവിക്കാൻ വയ്യാത്തത് കൊണ്ടും തന്നെ അതിന് ഞാൻ മെനക്കെട്ടിട്ടില്ല. തൃശ്ശൂർ പൂരം കഴിഞ്ഞുള്ള പിറ്റേ ദിവസം ഉപചാരം ചൊല്ലി പിരിയുന്ന ചടങ്ങുണ്ട്. അത് കാണാൻ വേണ്ടിയാണ് ഞാനും കുട്ടുവും രാവിലെ തന്നെ ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങൾ നേരെ പോയത് ഗുരുവായൂർ ടിഫിൻ ഷോപ്പിലോട്ടാണ്. പാറേമക്കാവ് അമ്പലത്തിന് തൊട്ടടുത്താണ് ഗുരുവായൂർ ടിഫിൻ ഷോപ്പ് ഉള്ളത്. അവിടെ നല്ല അടിപൊളി ഭക്ഷണം കിട്ടും. ഞങ്ങൾ അവിടെ പോയി അവനൊരു ഗീ ദോശയും ഞാനൊരു പൊടി ദോശയും കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നിലോട്ട് നടന്ന് ആദ്യം അമ്പലത്തിൽ കയറി. പാറേമക്കാവ് അമ്പലത്തിൽ കയറി തൊഴുതതിന് ശേഷം ഞങ്ങൾ നേരെ വടക്കുന്നാഥൻ ഗ്രൗണ്ടിലോട്ട് പോയി. ഇനിയും പൂരത്തിൻ്റെ ആരവം ഒഴിഞ്ഞിട്ടില്ലാത്ത ഗ്രൗണ്ടിൽ നിറയെ വർണ്ണ കാഴ്ചകളുണ്ടായിരുന്നു. അതിമനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു. ഇത് ആദ്യത്തെ അനുഭവമാണ് ഒരു പൂരത്തിന് ഒറ്റയ്ക്ക് ഇങ്ങനെ വരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ധാരണകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളിങ്ങനെ ഗ്രൗണ്ടിലൂടെ കുറേ ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. ചെണ്ടകൊട്ടൻ്റെ ശബ്ദമൊന്നും ആദ്യം കേൾക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറേ നടന്ന് ഒരു ഭാഗത്തെത്തിയപ്പോഴാണ് ചെണ്ടകൊട്ടലും ആനയും ഒക്കെ കണ്ടു തുടങ്ങിയത്. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു തിരക്കിനിടയിലേക്ക് കുട്ടികളെയും കൊണ്ട് വരിക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. 4 പാടുന്ന ഉന്തും തള്ളുമാണ്. അതിനിടയിൽ അവനെ കൈയിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഞാനിങ്ങനെ നിൽക്കുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഞങ്ങളിതൊക്കെ കണ്ടു. അതിനുശേഷം ഞങ്ങൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി. ഉപചാരം ചൊല്ലി പിരിയുന്ന ചടങ്ങാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്കൊക്കെ ഭയങ്കര ആവേശമായിരുന്നു. എനിക്കിത് ആദ്യത്തെ അനുഭവമാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ ഉപചാരം ചൊല്ലി പിരിയുന്ന ചടങ്ങൊക്കെ കണ്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് ഐസ്ക്രീം കണ്ടത്. അപ്പം ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. വീണ്ടും കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി. വണ്ടി കിട്ടുക എന്നുള്ളതൊരു വലിയ ടാസ്ക് ആയിരുന്നു. ഞങ്ങൾ ഒരുപാട് നടന്നിട്ടാണ് ഞങ്ങൾക്കൊരു ഓട്ടോ കിട്ടിയത്. നമ്മുടെ വണ്ടിയായിട്ട് അങ്ങോട്ട് കിടക്കുന്ന കാര്യമൊന്നും ചിന്തിക്കുകയേ വേണ്ട. തലേ ദിവസം അവൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അവന് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ നോക്കി നടന്ന് പിന്നെ ലാസ്റ്റ് ഞാൻ വിചാരിച്ചു എനിക്ക് അവനെ കാണാൻ ഇഷ്ടമുള്ള അവന് ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രസ്സ് വാങ്ങാമെന്ന്. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് വണ്ടി എവിടെ കിട്ടും എന്നുള്ള രീതിയിൽ ഒരുപാട് നടന്നു കേട്ടോ. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞാൻ വിചാരിച്ചു അവൻ കുറച്ച് കഴിഞ്ഞാൽ ക്ഷീണമാണെന്ന് പറയും, എന്ത് ചെയ്യും, വണ്ടിയില്ല, അങ്ങനെ എനിക്ക് ചിന്തിച്ചുകൊണ്ട് നടക്കായിരുന്നു. ഞങ്ങൾ കുറേ നടന്നിട്ടാണ് ഞങ്ങൾക്കൊരു ഓട്ടോ കിട്ടിയത്. അങ്ങനെ ഓട്ടോയിൽ കയറി സുഡിയോ, മാക്സ്, ട്രെൻഡ്സ് അതിനകത്ത് ആദ്യം ഏതാണോ വരുന്നത് അവിടെ കയറാം, അതായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത്. അങ്ങനെ പടിഞ്ഞാറേക്കോട്ടയിലുള്ള മാക്സിലാണ് ഞങ്ങൾ പോയത്. അവിടെ പോയി ഞങ്ങളൊരു ടീഷർട്ടും ഒരു ട്രൗസറും അതാണ് നോക്കിയത്. അവന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരെണ്ണം കിട്ടി. അങ്ങനെ ആ ഡ്രസ്സൊക്കെ മാറ്റി നോക്കി. ഡ്രസ്സ് മാറ്റിയിട്ട് ആ ഡ്രസ്സിൽ തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ വീട്ടിലോട്ടാണ് പോന്നിട്ടുള്ളത്.